കലൂരിലുണ്ടായ അപകടത്തിന്റെ തീവ്രതയും അധികാരികളും സംഘാടകരും വരുത്തിയ അനാസ്ഥയുടെ ആഴവും അടിവരയിടുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ. എന്താണ് അവിടെ സംഭവിച്ചത്? വേദിയുടെ ഇടതുവശം ചേർന്നാണ് ഉമാ തോമസ് MLA ആദ്യം ഇരുന്നത്. മറ്റൊരു അതിഥി കൂടെ അവിടെ എത്തുന്നു. തൊട്ടു പിന്നിലായി ഈ സംഘാടകരുമായി ചേർന്ന് പ്രവർത്തിച്ച സിജോയ് കൂടെ വ്യക്തമാണ്. ഇരിപ്പിടം മാറുന്നതിനായി ഉമാ തോമസ് MLA വേദിയുടെ ഇടതുവശത്ത് നിന്ന് വലത്തെ വശത്തേക്ക് പോകുന്നതാണ് അടുത്തതായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഷ്ടിച്ച് ഒരടി മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഉമാ തോമസ് MLAയുടെ കാലിടറുന്നു. തൊട്ട് മുൻവശത്തായി വെച്ചിട്ടുള്ള ഈ ക്യൂ സംവിധാനം നിയന്ത്രിക്കുന്നതിനായുള്ള റിബണിൽ ഉമാ തോമസ് MLA പിടിക്കുന്നു. വേദിയുടെ വലതുവശം ചേർന്നാണ് മന്ത്രി സജി ചെറിയാനും സിറ്റി പോലീസ് കമ്മീഷണറും ഇരുന്നിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ തൊട്ടു മുന്നിൽ വെച്ചാണ് ഉമാ തോമസ് MLA താഴേക്ക് പതിച്ചത്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ വേദിയിൽ നിന്ന് ഏതാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വേദിയിൽ നിന്ന് 14 അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് MLA പതിച്ചത്. വേദിയിലെ മുൻനിരയിലിട്ട കസേരകളും തൊട്ട് മുന്നിലുണ്ടായിരുന്ന ക്യൂ മാനേജർ സംവിധാനവും തമ്മിൽ ഏതാണ്ട് ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഒന്നോ അതിൽ കൂടുതലോ, ഒരുപക്ഷെ 1-1.5 അടിയോ മാത്രമാണ് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. വേദി 2 മീറ്റർ ഉയരത്തിലാണ് എങ്കിൽ അതിന് 1.5 മീറ്റർ ഉയരത്തിൽ ബാരിക്കേഡ് സ്ഥാപിക്കുകയും സുരക്ഷ ഉറപ്പാക്കണമെന്നതുമാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്നും നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നും ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്.